Hi, welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, Personality Theories and Assessment, Block 1, Unit 2, Part 4 video. So let's start. Constitutional and Environmental Traits. Cattells also distinguished between constitutional traits and environmental mold traits. Constitutional traits are those traits which are determined by nature or biology, whereas environmental mold traits are those which are determined by nurture, that is by experience gained in interaction with the environment. കാറ്റൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്സും അതുപോലെ എൻവയോൺമെൻറ്റൽ മോറൽ ട്രേറ്റ്സും. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നാച്ചറാണ്, അതായത് പ്രകൃതിയാണ് അല്ലെങ്കിൽ ബയോളജിയാണ്. എൻവയോൺമെൻറ്റൽ മോറൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നേച്ചറാണ്, അതായത് പ്രകൃതിപരമായിട്ടല്ല, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും ഗെയിൻ ചെയ്തെടുക്കുന്ന, ഇന്ററാക്ഷനിലൂടെ ഗെയിൻ ചെയ്തെടുക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റൽ മോൾഡ് ട്രേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. മോർ സർഫസ് ട്രേറ്റ്സ് ഫോർ കാറ്റൽ റിഫ്ലെക്ട്സ് എ മിക്സ്ചർ ഓഫ് ബോത്ത് ഹെറിഡിറ്ററി, അതായത് നാച്ചർ, ആൻഡ് എൻവയോൺമെന്റൽ നേച്ചർ. മോർ സർഫസ് ട്രേറ്റുകളും കാറ്റൽ എന്താ പറയുന്നത്, റിഫ്ലെക്ട്സ് ഓഫ് മിക്സ്ചർ ഓഫ് ബോത്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ട്രേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, അതായത് നമ്മൾ ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്, ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, അതായത് നാച്ചുറലി കിട്ടുന്നത്. ഇനി എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്നത്, അതായത് നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഗെയിൻ ചെയ്യുന്ന ട്രേറ്റ്സ് ആണ് എന്ത്, എൻവയോൺമെന്റൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. However, he further point out that there are some source traits which derive solely from within the individual biology of the individual, and there are some source traits which derive solely from source derived only from environmental factors. അദ്ദേഹം പിന്നീട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സോഴ്സ് ട്രേറ്റുകൾ നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, ചിലത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ഡിറൈവ്ഡ് ഫ്രം ഓൺലി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് മാത്രം കിട്ടുന്ന ചില ട്രേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ത്രൂ എ കോംപ്ലിക്കേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് കോൾഡ് MAVA, മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് വേരിയൻസ് അനാലിസിസ്, he was able to assess the degree to which various traits are determined either by environmental or genetically determined factors. അദ്ദേഹം പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് മാവ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് വേരിയൻസ് അനാലിസിസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിലൂടെ നമുക്ക് വേരിയസ് ട്രേറ്റ്സിന്റെ ഡിഗ്രി മനസ്സിലാക്കാൻ പറ്റും, അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ജനറ്റിക്കലി അല്ലെങ്കിൽ എൻവയോൺമെന്റലി ആണോ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിന്റെ ഫാക്ടേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് പറ്റും. മാവ ഈസ് ബേസ്ഡ് അപ്പോൺ ദ കമ്പാരിസൺ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ദ സെയിം ഫാമിലി എയ്തർ റെയർഡ് ടുഗെദർ ഓർ റെയർഡ് അപ്പാർട്ട്, ഓർ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഡിഫറെന്റ് ഫാമിലീസ് റെയർഡ് എയ്തർ ടുഗെദർ ഓർ അപ്പാർട്ട്. മാവ ബേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ആണ് ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ദ സെയിം ഫാമിലി. ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് റെയർഡ് ടുഗെദർ, അതായത് ഒരുമിച്ച് വളർന്നവരായിരിക്കാം, അല്ലെങ്കിൽ റെയർഡ് അപ്പാർട്ട്, ഒരുമിച്ച് വളരാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഡിഫറെന്റ് ഫാമിലീസ് റെയർഡ് എയ്തർ ടുഗെദർ ഓർ അപ്പാർട്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് വളർന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് വളരാത്തവരായിരിക്കാം. ഇങ്ങനെയുള്ള കമ്പാരിസൺസിലൂടെയാണ് വേരിയസ് ട്രേറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനെയാണ് മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ത്രൂ എ കോംപ്ലിക്കേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് മാവ എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡിഗ്രി മനസ്സിലാക്കാൻ വേണ്ടി വേരിയസ് ട്രേറ്റ്സുകൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം, എൻവയോൺമെന്റലാണോ അല്ലെങ്കിൽ ജനറ്റിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണോ ഈ ഒരു ട്രേറ്റ്സിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് വേരിയൻസ് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. സോ ഇതിനകത്ത് പഠനം നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ആണ് ചെയ്യുന്നത് ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ദ സെയിം ഫാമിലി. ഒരേ ഫാമിലി മെമ്പേഴ്സ് ഒന്നെങ്കിൽ ഒരുമിച്ച് വളർന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് വളരാത്തവരായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് വളർന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് വളരാത്തതായിരിക്കാം. അങ്ങനെ കമ്പാരിസൺസിലൂടെ എങ്ങനെയാണ് അവരുടെ ട്രേറ്റ്സ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് എന്ത്, മാവ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, അടുത്തതാണ് എബിലിറ്റി, ടെമ്പറാമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. Cattel has further subdivided traits into ability traits, temperament traits and dynamic traits. അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് സബ്ഡിവൈഡ് ചെയ്തു ട്രേറ്റ്സിനെ, എബിലിറ്റി ട്രേറ്റ്സ്, ടെമ്പറാമെന്റ് ട്രേറ്റ്സ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. എബിലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എബിലിറ്റി ട്രേറ്റ്സ് refers to the person's skill in dealing with the environment and the goal set therein. Intelligence is an example of ability trait. എബിലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഴ്സന്റെ സ്കില്ലാണ്. ഒരു ഗോളിലേക്ക് അവർ എത്തുന്ന, എൻവയോൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുന്നവരുടെ സ്കില്ലാണ് എന്ത്, അവർ സെറ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്, ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് എന്ത്, എബിലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എബിലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുക. സോ അങ്ങനെ ഒരു ട്രേറ്റ് ഉള്ള ആളുകൾക്ക് നല്ല എബിലിറ്റി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ട്രേറ്റ് ആണ്, ഒരു എബിലിറ്റി ആണത് അല്ലേ. സോ ടെമ്പറാമെന്റ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറാമെന്റ് ട്രേറ്റ്സ് refers to stylistic tendencies that largely show how a person moves towards a goal. Being moody, irritable, easy going are examples of temperament trait. ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ ഗുണവിശേഷം എന്നുള്ളൊരു മീനിങ് ആണ്. സോ ടെമ്പറാമെന്റ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റൈലിസ്റ്റിക്
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. അത് ലാർജ്ലി ഷോ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പീപ്പിൾ മൂവ് ചെയ്യുന്നത്, ഒരു ഗോളിലേക്ക് എത്തപ്പെടുന്നത്. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലായിരിക്കും ഓരോ ലക്ഷ്യങ്ങളിലേക്കും എത്തുന്നത് അല്ലേ. സോ അതാണ് അതിൻ്റെ ഒരു ടെമ്പറാമെൻറ്റ് ട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ റെഫർ ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ടെമ്പറാമെൻറ്റ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സോ ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുന്ന രീതി ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടാണ്. ചില ആളുകൾ മൂഡി ആയിട്ടായിരിക്കും, ചില ആളുകൾ ഇറിറ്റബിൾ ആയിട്ടായിരിക്കും, ചില ആളുകൾ ഈസി ഗോയിങ് ആയിട്ടായിരിക്കും ഗോളിലേക്ക് എത്തുന്നത്. സോ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. സോ എക്സാമ്പിൾസ് ഓഫ് ടെമ്പറാമെൻറ്റ് ട്രേറ്റ്സ് ഏതൊക്കെയാണ്? ബീങ് മൂഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഇറിറ്റബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഈസി ഗോയിങ് ആയിരിക്കാം. ഓക്കെ, ഇനി എന്താണ് ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്? Dynamic traits are person's motivation and interest which set the persons in action towards the goal. Dynamic traits എന്ന് പറയുന്നതാണ് ഒരു പേഴ്സൻ്റെ മോട്ടിവേഷൻ ആണ്. ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് വിച്ച് സെറ്റ് എ പേഴ്സൺ ഇൻ എ ആക്ഷൻ ടുവേർഡ്സ് എ ഗോൾ. സോ അവർക്കൊരു ഗോളിലേക്ക് എത്താനുള്ള ഒരു ഇൻട്രസ്റ്റ്, അവർ മോട്ടിവേഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആക്ഷനിൽ കാണിക്കും. സോ അതിനെയാണ് നമ്മൾ ഡൈനാമിക് ട്രേറ്റ് എന്ന് പറയുക. A person may be categorized as being power seeking, ambitious or sports oriented. ഒരു പേഴ്സൺ ചിലപ്പോൾ എന്തായിരിക്കാം, പവർ സീക്കിംഗ് ആയിരിക്കാം. ചില ആളുകൾക്ക് പവറാണ് വേണ്ടത് അല്ലേ, ചില ആളുകൾ പവർ തിരഞ്ഞുകൊണ്ടേ നടക്കും. സോ ചില ആളുകൾ അംബീഷ്യസ് ആയിരിക്കും, ചില ആളുകൾ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. സോ ദിസ് റിഫ്ലെക്ട്സ് ദി ഡൈനാമിക് ട്രേറ്റ്. ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്, ഡൈനാമിക് ട്രേറ്റ് ആണ്. ചില ആളുകൾ പവർ സീക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ ആംബീഷ്യസ് ആയിരിക്കും, ചില ആളുകൾ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. സോ ഇതെല്ലാം ഡൈനാമിക് ട്രേറ്റ്സ് ആണ്. സോ ദ ഇമ്പോർട്ടൻറ്റ് ഡൈനാമിക് ട്രേറ്റ്സ് ഈസ് Cattells സിസ്റ്റം ആർ ഓഫ് 3 types. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡൈനാമിക് ട്രേറ്റ് കാറ്റലിൻ്റെ സിസ്റ്റത്തിൽ 3 types ആണുള്ളത്. ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡ്സ് ആണ്, രണ്ടാമത്തത് ഏർഗ്സ് ആൻഡ് മൂന്നാമത്തത് സെൻറ്റിമെൻറ്റ്സ് ആണ്. സോ ആറ്റിറ്റ്യൂഡ്സ് ആർ ഡൈനാമിക് സർഫസ് ട്രേറ്റ്സ് വിച്ച് ഡിസ്പ്ലേ സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻസ് ഓഫ് അണ്ടർലൈങ് മോട്ടീവ്സ്. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഡൈനാമിക് സർഫസ് ട്രേറ്റ് ആണ് വിച്ച് ഡിസ്പ്ലേ സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ ഓഫ് അണ്ടർലൈങ് മോട്ടീവ്സ്. അത് നമുക്ക് കാണിച്ചു തരും ചില സ്പെസിഫിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഓഫ് അണ്ടർലൈങ് മോട്ടീവ്സ്. ചില അണ്ടർലൈങ് മോട്ടീവ്സിൻ്റെ മാനിഫെസ്റ്റേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഡൈനാമിക് സർഫസ് ട്രേറ്റ് ആണ് എന്ത്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏർഗ്സ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ്. ഇറ്റ് ഈസ് ത്രൂ ഏർഗ്സ് that Cattells has given due recognition to innately determined by modifiable impellents of behavior. Ergs എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, ഊർജ്ജത്തിന്റെ മൂല്യം കണക്കാക്കുന്നതാണ് ergs എന്ന് പറയുന്നത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ്. It is through ergs that Cattells has given due recognition to innately determined but modifiable impellents of behavior. ഏർഗ്സ് എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഒരു ഏകമാണ്. പ്രധാനമായിട്ടും 10 രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഏർഗ്സ് ലൈക്ക് ഹങ്കർ, സെക്സ്, ഗ്രിഗേറിയസ്നെസ്, പാരന്റൽ പ്രൊട്ടക്റ്റീവ്നെസ്, ക്യൂരിയോസിറ്റി, എസ്കേപ്പ്, പിഗ്നാസിറ്റി, അക്വിസിറ്റീവ്നെസ്, സെൽഫ് അസേർഷൻ ആൻഡ് നാർസിസ്റ്റിക് സെക്സ് ഹാവ് ബീൻ റിക്കഗ്നൈസ്ഡ് ബൈ കാറ്റൽ. സോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏർഗ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ്. ഇതൊരു സോഴ്സ് ട്രേറ്റ് ആണ്, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ട്രേറ്റ് ആണ്. ഏർഗ്സ് ട്രേറ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഹങ്കർ, വിശപ്പ്, സെക്സ്, ഗ്രിഗേറിയസ്നെസ്, പാരന്റൽ പ്രൊട്ടക്റ്റീവ്നെസ്, ക്യൂരിയോസിറ്റി, എസ്കേപ്പ്, pugnacity, acquisitiveness, self-assertion and narcissistic sex have been recognized by Cattells. ഈ 10 കാര്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തത്, റെക്കഗ്നൈസ് ചെയ്തത് ഏർഗ്സ് ആയിട്ട്. സോ സെൻറ്റിമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, മൂന്നാമത്തായിരുന്നു സെൻറ്റിമെൻറ്റ്. സെൻറ്റിമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഒബ്ജക്റ്റ് ആണ്. ഇറ്റ് ഈസ് എൻ എൻവയോൺമെൻറ്റൽ മോൾഡ് ഡൈനാമിക് സോഴ്സ് ട്രേറ്റ്. ഒരു എൻവയോൺമെൻറ്റൽ മോൾഡ് ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ് എന്ത്, സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദിസ് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് പാരലൽ ടു ഏർഗ്സ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് റിസൾട്ട്സ് ഫ്രം എക്സ്പെരിമെൻ്റൽ ഓർ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്ക് എക്സ്പെരിമെൻറ്റേഷനിലൂടെയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എല്ലാം ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. സോ എൻവയോൺമെൻറ്റൽ മോൾഡ് ട്രേറ്റ് ആണ് എന്ത്, സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത്. സോ സെൻറ്റിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു എൻവയോൺമെൻറ്റൽ മോൾഡ് ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ്. ഓക്കെ, പക്ഷേ ഏർഗ്സ് എന്തായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആയിരുന്നു ഏർഗ്സ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് സർഫസ് ട്രേറ്റ് ആയിരുന്നു, ഡൈനാമിക് സർഫസ് ട്രേറ്റ് ആണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ 3 ഇമ്പോർട്ടൻറ്റ് ഡൈനാമിക് ട്രേറ്റ്സ് ഏതൊക്കെയായിരുന്നു, ആറ്റിറ്റ്യൂഡ്സ്, ഏർഗ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. സോ ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കാത്ത അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളാണ്. ഒരു പേഴ്സൻ്റെ ആക്ഷനും ഒരു ഗോളിലേക്ക് എത്തുന്ന ആക്ഷൻസ് ആണ് ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത് തന്നെ. സോ ഒരു പേഴ്സൺ കാറ്റഗറൈസ് ചെയ്യുന്നത് പവർ സീക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആംബിഷ്യസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കാം. ഇതൊക്കെ ഡൈനാമിക് ട്രേറ്റിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈനാമിക് ട്രേറ്റ് കാറ്റിൽ പറയുന്നത് 3 എണ്ണമായിരുന്നു, ആറ്റിറ്റ്യൂഡ്സ്, ഏർഗ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഡൈനാമിക് സർഫസ് ട്രേറ്റ് ആണ്. ഇത് നമുക്ക് ചില സ്പെസിഫിക് മാനിഫെസ്റ്റേഷനൊക്കെ അണ്ടർലൈൻ മോട്ടീവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഏർഗ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചില റെക്കഗ്നിഷൻ ആണ്, ഇന്നേറ്റ്ലി
ഡിറ്റർമൈൻഡ് ബൈ മോഡിഫയബിൾ ഇമ്പൽമെൻറ്റ്സ് ഓഫ് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിൻ്റെ എക്സാക്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഡൈനാമിക് ട്രേറ്റ് ആണ് എർഗ്സ് എന്ന് പറയുന്നത്. സോ ഹങ്കർ, വിശപ്പ്, അതുപോലെ സെക്സ്, അതുപോലെ ഗ്രിഗേറിയസ്നെസ്, പാരന്റൽ പ്രൊട്ടക്റ്റീവ്നെസ്, ക്യൂരിയോസിറ്റി, എസ്കേപ്പ്, പിഗ്നാസിറ്റി, അക്വിസിറ്റീവ്നെസ്, സെൽഫ് അസേർഷൻ ആൻഡ് നാർസിസ്റ്റിക് സെക്സ്, ഇതെല്ലാം എന്താണ്? ഇത് 10 രീതിയിലുള്ള എർഗ്സിനെ കുറിച്ച് കാറ്റിൽ പറയുന്നതാണ്. ഓക്കെ, സെന്റിമെന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഒബ്ജക്റ്റ് ആണ്. അതൊരു എൻവയോൺമെന്റൽ മോൾഡ് ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ്. ഇത് കൂടാം അല്ലെങ്കിൽ കുറയാം. അത് പാരലൽ ടു എർഗ്സ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് റിസൾട്ട്സ് ഫ്രം എക്സ്പെരിമെന്റൽ ഓർ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇത് എർഗ്സിനെ പോലെയല്ല, ഇത് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിനനുസരിച്ച് അത് മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എബിലിറ്റി, ടെമ്പറാമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സിനകത്ത് പറയുന്നത്. സോ ഇത്രയാണ് കാറ്റലിൻ്റെ ട്രേറ്റ് അപ്രോച്ച് വരുന്നത്. സർഫസ് ട്രേറ്റ് ആൻഡ് സോഴ്സ് ട്രേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെന്റ് ട്രേറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ എബിലിറ്റി, ടെമ്പറാമെന്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഐസെങ്സ് ടൈപ്പ് ഓഫ് ട്രേറ്റ് ഹൈറാർക്കിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.